നമ്മൾ കാണാത്ത കാടിൻ്റെ കഥ പറയുന്നതാണ് കാട്ടാളൻ. ഞങ്ങൾ ശരിക്കും കാടിനകത്ത് തന്നെയാണ് കാട്ടാളൻ ഷൂട്ട് ചെയ്തത്. അട്ടയും അണലികളും ഉള്ള സ്ഥലത്ത് ആയിരുന്നു ഷൂട്ട്. അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ എല്ലാവരും നേരിടേണ്ടി വന്നിട്ടുണ്ട്. മഴ നമുക്ക് തീരെ പ്രതീക്ഷിക്കാണ്ട് മഴ പെയ്യുക, അത് ഏത് സമയത്താണെന്നൊന്നും നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ ഞങ്ങളുടെ മൊത്തം ക്രൂവിന് ആ ഭാഗത്തു നിന്ന് വേറെ ഏരിയയിലേക്ക് മാറി നിൽക്കാനൊന്നും സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആർട്ടിസ്റ്റ് ആണെങ്കിലും മൊത്തം ക്രൂ ആണെങ്കിലും ആ മഴ നിന്ന് കൊള്ളുക, അതിനുശേഷം നമ്മുടെ ജോലിയിലേക്ക് കിടക്കുക, ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസുകളൊക്കെ നമ്മൾ തരണം ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കാട്ടാളൻ്റെ ഷൂട്ടും പിന്നെ പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ എക്സിക്യൂഷൻസും കാടിൻ്റെ ഉള്ളിലുള്ള ഞങ്ങളുടെ ഒരു വില്ലേജ് എക്സിക്യൂഷനും എല്ലാം ഞങ്ങൾ തീർത്തത് അങ്ങനെയാണ്. മഴയും മഞ്ഞിനോടൊന്നും യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മുടെ യാത്ര മഞ്ഞും മഴയും എങ്ങനെ നമ്മളുടെ സിനിമയുടെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് സിനിമയ്ക്ക് ഭംഗി കൂട്ടാൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു നമ്മളുടെ ചിന്തകൾ. മാർക്കോ ഞാനൊരു നിയോനോയർ സ്റ്റൈലിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിൽ ചെയ്തത്. കാട്ടാളൻ നമ്മൾ ഒരു കാടിൻ്റെ കഥ പറയുന്ന ഒരു സിനിമ. അതൊരു വൈൽഡ് റോ, ഭയങ്കര റഫായിട്ടുള്ള കുറേ ആൾക്കാർ, അവരുപയോഗിക്കുന്ന വെപ്പൺസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്ഥിരം നമ്മൾ കണ്ടുവരുന്ന കാടിനകത്തുള്ള ഹട്ടുകൾ അല്ലെങ്കിൽ വീടുകൾ, പിന്നെ സെറ്റിൽമെൻ്റൊക്കെ, അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു ചലഞ്ച് കാട്ടാളൻ്റെ. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിലെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും അതിൻ്റെ വില്ലൻ്റെ ഒരു ബാക്ക് സ്റ്റോറി നമ്മൾ ഉണ്ടാക്കി. അയാളുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും അയാളുടെ ഒരു വീടിനായാലും അയാളുടെ ഒരു സെറ്റിൽമെൻറ്റിനായാലും ഉണ്ടായിരിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ കാട്ടാളൻ എന്നുള്ള സിനിമ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മൊത്തം കാടിനകത്തും പുറത്തുള്ള ലൊക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ രീതിയിലാണ്. ഷെരീഫ് മുഹമ്മദ് ക്യൂബ്സിൻ്റെ പ്രൊഡ്യൂസർ, അദ്ദേഹത്തിന് മാർക്കോ എന്ന സിനിമയിലുണ്ടായിട്ടുള്ള ഒരു ട്രസ്റ്റാണ് രണ്ടാമത്തെ അവരുടെ സിനിമയിലേക്ക് തന്നെ ഷെരീഫ് മുഹമ്മദ് ക്യൂബ്സിന് വേണ്ടിയിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു. മാർക്കോയിൽ അദ്ദേഹം വളരെ സ്വാതന്ത്ര്യം തന്നിരുന്നു, അത് ബഡ്ജറ്റ് വൈസിലായാലും. രണ്ടാമത്തെ സിനിമയായിട്ടുള്ള ഇപ്പോൾ കാട്ടാളനിൽ എനിക്ക് അങ്ങനെ ഒരു ബഡ്ജറ്റ് കാണിക്കേണ്ടി വന്നിട്ടില്ല. കാരണം അദ്ദേഹം എന്നെ അത്രയും ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. തിരിച്ചും അതുപോലെ തന്നെ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പോൾ ജോർജ് എന്ന ഡയറക്ടറെ ആദ്യമായിട്ട് കണ്ടിട്ട് കാട്ടാളൻ അദ്ദേഹം ബ്രീഫ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇതിൽ വളരെ ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് ആദ്യം തന്നെ എനിക്ക് മനസ്സിലായത്. അതുതന്നെയാണ് നമുക്ക് പോൾ എന്ന ഡയറക്ടറോട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു വിശ്വാസം. പ്രീ പ്രൊഡക്ഷൻ കുറച്ച് അധിക സമയം തന്നെ ഉണ്ടായിരുന്നു കാട്ടാളൻ്റെ. പിന്നെ ഞാനത് കൃത്യമായിട്ട് ഓരോ പോർഷൻസ് വരച്ച് കാണിച്ചു കൊടുത്തിരുന്നു അദ്ദേഹത്തിന്. പിന്നെ ഓവറോൾ പിന്നെ ഒരു സിനിമയുടെ ഒരു പർട്ടിക്കുലർ പോർഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഞങ്ങളുടെ ആർട്ട് ടീമിനെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈനർ എന്നുള്ള രീതിയിൽ തന്നെ ഓടുള്ളൊരു വിശ്വാസം, അത് പിന്നെ അദ്ദേഹം വലിയ റിക്വയർമെൻറ്റ്സോ അങ്ങനെ കാര്യങ്ങളിലേക്കൊന്നും അധികം വന്നിട്ടില്ല. തായ്ലൻഡിൽ ബാങ്കോക്കിൽ നിന്ന് ഏകദേശം ഒരു 350 കിലോമീറ്റർ അകലെയുള്ള ഒരു ഫോറസ്റ്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അത് ഞങ്ങൾ ആദ്യം ഷൂട്ടിന് മുമ്പേ തന്നെ ലൊക്കേഷൻ കാണാൻ വേണ്ടി പോയപ്പോൾ എക്സാക്റ്റ് നമ്മളുടെ ഫോറസ്റ്റിനോട് വളരെ സിമിലിയർ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റാണത്. പിന്നെ അതിലത്തെ തായ്ലൻഡിലത്തെ ഷൂട്ട് തന്നെ നമ്മൾ ചെയ്യാനുള്ള ഒരു കാരണം ആനകളുടെ അവൈലബിലിറ്റി, വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആനകളുടെ അവൈലബിലിറ്റി. ടോണിജയുടെ ആംബാക്കൊക്കെ കണ്ടിട്ടുള്ള നമുക്ക് അറിയാം ആനകളുടെ ഫൈറ്റ്. ആ സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെ ആനകളുടെ ഒപ്പമുള്ള ഫൈറ്റാണ് അദ്ദേഹത്തിൻ്റെ. അത് കൊറിയോ ചെയ്തിട്ടുള്ള കെച്ചെ മാസ്റ്റർ കൂടെ വർക്ക് ചെയ്യുക. കെച്ചെ മാസ്റ്റർ നമ്മളുടെ മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫൈറ്റ് ചെയ്യുക അദ്ദേഹം മുമ്പും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ഥലം തായ്ലൻഡാണ്. അവിടെ പോയി അദ്ദേഹത്തിൻ്റെ ഒരു ടീമിൻ്റെ കൂടെ, അത് നമ്മളെ സംബന്ധിച്ച് പുതിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് അവരുപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, അവരുടെ ആ ടീമിൻ്റെ ഒരു ഇതും മൊത്തം, ഈവൻ ഞങ്ങളുടെ ആർട്ട് തന്നെ അവിടെ നിന്ന് കുറേ സപ്പോർട്ടിങ് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറേ എക്യുപ്മെൻറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളിവിടെ ഉപയോഗിക്കുന്നതിനേക്കാളൊക്കെ ഭയങ്കര വില കൂടിയിട്ടുള്ളതും വളരെ പുതിയ ടെക്നോളജിയും പുതിയ മെഷീൻസൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതൊക്കെ നമ്മളുടെ കാട്ടാളൻ എന്നുള്ള സിനിമയിലേക്ക് നമുക്ക്
കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അത് ആ ടെക്നിക്കൽ ഒരു സൈഡും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ടീമും കൂടി വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്വാളിറ്റിയിൽ വരുന്ന ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ മാർക്കോ എന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ വെപ്പൺസും ബ്ലഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഒരു ഇൻ്റർവ്യൂവിൽ പറയേണ്ടായി. ഈ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത് ആനക്കൊമ്പുകളാണ്. ഏകദേശം 500ഓളം ആനക്കൊമ്പുകൾ തന്നെ നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എക്സാക്റ്റ് നിങ്ങൾക്ക് സിനിമ കണ്ടാൽ അറിയാം ആനക്കൊമ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 15-20 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു സമയത്തെ ആന ചവിട്ടി ഒരു ഏരിയ മൊത്തം നശിപ്പിച്ച് കളയുന്ന ഒരു സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ റിയലായിട്ട് ഉണ്ടാക്കാൻ 1 മാസത്തിലും കൂടുതൽ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. കാട്ടാളൻ എന്ന സിനിമയുടെ ലോകത്ത് മൃഗങ്ങളെക്കാളും മൃഗീയമായിട്ട് പെരുമാറുന്ന മനുഷ്യരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ വളരെ സഹതാപം അറിയിക്കുന്ന കുറേ ആൾക്കാരും ഉണ്ട്. അവരെയൊക്കെ കൂടിയിട്ടുള്ള ഒരു കഥയാണ് കാട്ടാളൻ.